ഇത് സാംസങ്ങിൻ്റെ ഒരു 7 ബട്ടൻ്റെ ബോർഡാണ്. അതിൻ്റെ കംപ്ലൈൻറ്റ് ഓണാകുന്നില്ല എന്ന് ഞാൻ പോയി നോക്കിയപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഷോർട്ടാണ്, ബോർഡ് ഷോർട്ടാണ്, ഡയറക്റ്റ് ഷോർട്ടാണ്, ഫേസ് ന്യൂട്രൽ ഷോർട്ടായി കിടക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ള് നോക്കി, എല്ലാം മാറ്റിയിട്ട് നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. എന്ത് നോക്കിയിട്ടും ഇത് കംപ്ലൈൻറ്റ് ഫോൾട്ട് കിട്ടുന്നില്ല. ലാസ്റ്റ് പിന്നെ ഈ ചോപ്പർ അയച്ചിട്ട് നോക്കിയപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് മാറ്റിയിട്ട് നോക്കണം. ഈ ബോർഡ് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ കാണിച്ചത്. ഇതൊരു പഴയ ബോർഡാണ്, അത് കംപ്ലൈൻ്റ് ആയ ബോർഡാണ്. അതേപോലെ തന്നെ ബോർഡ് കറക്റ്റ് വർക്കിംഗ് ആണ്, ബോർഡ് കംപ്ലൈൻ്റ് ഒന്നുമില്ല. പവർ സപ്ലൈന് കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ. ബോർഡ് എല്ലാ ഫങ്ഷനും വർക്കിംഗ് ആണ്. ബോർഡ് എല്ലാ ഫങ്ഷനും വർക്കിംഗ് ആണ്. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലത്തെ ഒരു ബോർഡ് എടുക്കുക, അല്ലെങ്കിൽ വേറെ ഏത് ബോർഡോ അല്ലെങ്കിൽ 12 വോൾട്ടോ 5 വോൾട്ടോ കൊടുത്താൽ മതി. ഇതിൻ്റെ IC-ൻ്റെത് ഈ കാല് ഗ്രൗണ്ട് ആയിരിക്കും. ഇതൊന്ന് പോസിറ്റീവ്, ഒന്ന് 5 വോൾട്ടും ഒന്ന് 12 വോൾട്ടും ആയിരിക്കും. ഒന്നെങ്കിൽ കത്തി പഴയ ബോർഡ് പോകുന്ന കണക്ഷൻ എടുക്കുക, അതല്ലെങ്കിൽ ഒരു 12 വോൾട്ടും 5 വോൾട്ടും കിട്ടുന്ന പവർ സപ്ലൈ വെച്ച് ഇതിലേക്ക് കൊടുത്താൽ മതി. ഈ 7805 സ്വിച്ചിങ് ഐസിലേക്ക് കൊടുക്കുക. 5 വോൾട്ട് 12 വോൾട്ട് ഡയറക്റ്റ് സപ്ലൈ പോകുന്നതാണ്. അത് കൺവേർട്ട് ചെയ്യാനാണ് ഈ സ്വിച്ചിങ് ഐസ് കൊടുക്കുന്നത്. 5 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ IC-യിലേക്ക് ഒരു 5 വോൾട്ടും ഒരു 12 വോൾട്ടും ഒരു ഗ്രൗണ്ടും കൊടുത്താൽ ബോർഡ് റണ്ണാകും. ബോർഡ് കംപ്ലൈൻ്റ് ഉള്ളതൊക്കെ ക്ലിയർ ആവും. പവർ സപ്ലൈ റെഡി ആകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ബോർഡ് വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും ഉപയോഗിക്കാം.